പുണ്യമായ ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ ഓരോ വിശ്വാസിയും അവന്റെ മനസ്സിനകത്തേക്ക് കടത്തി വരേണ്ടത്, പടച്ച റബ്ബേ, ഈ ദുൽഹിജ്ജയിൽ നിന്ന് എനിക്ക് എന്തെല്ലാം നേടാൻ കഴിയും, ഈ ദുൽഹിജ്ജ കൊണ്ട് എന്റെ ജീവിതത്തെ എനിക്ക് എന്തെല്ലാം സന്തോഷപ്പെടുത്താൻ കഴിയും. ആ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങളും അവന്റെ ജീവിതത്തിന്റെ സന്തോഷ മേഖലകളുമാണ് എന്റെ പ്രിയമുള്ളവരെ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് അതിമഹത്തായ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്ന് അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണല്ലോ. ഈ പുണ്യമായ ദിനത്തിൽ ആരെങ്കിലും പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേകമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ടെന്നോ അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടെ നിന്ന് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, യാ സ്വഹാബാ, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ദുർബലനാരാണ് സ്വഹാബ? ഈ ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ദുർബലനായ മനുഷ്യനാരാണെന്നറിയോ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അറിയില്ല നബിയേ, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇതവിടുന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വഹാബ, ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുർബലൻ എന്ന് പറയുന്നത് അല്ലാഹുവേ, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അവസരങ്ങൾ അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് മനസ്സ് കൊടുക്കാത്തവനാണ് സ്വഹാബ. തന്റെ വിഷമങ്ങളും തന്റെ വേദനകളും തന്റെ കാര്യങ്ങളെല്ലാം പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു നിമിഷമെങ്കിലും ഇരുന്നിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയാനുള്ള മനസ്സവനിക്കില്ലയോ? അവനാണ് ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുർബലനെന്ന് അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, സ്വഹാബത്തെ, ഈ ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് പറയാമോ നബി? സ്വഹാബ, അവിടുന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് പറയാമോ സ്വഹാബ? പടച്ചറബേ, ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. അവിടുന്ന് സ്വഹാബത്തിന്റെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്നത് അല്ലാഹുവേ, പണം കൊടുക്കാത്തവനെയാണല്ലോ, സമ്പത്ത് വേണ്ടതുപോലെ ചെലവഴിക്കാത്തവനെയാണല്ലോ. നമ്മുടെ മനസ്സിനകത്തും അത് തന്നെയാണല്ലോ ഓടികരുന്നത്. സമ്പത്ത് വേണ്ടതുപോലെ ചെലവഴിക്കാത്തവനെ കുറിച്ചാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് പിശുക്കൻ എന്ന് പറയുമ്പോൾ കടന്നു വരിക. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനകത്തേക്കും ഓടി വരുന്ന പിശുക്കൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്കും കടന്നു വരുന്ന വാർത്ത അത് തന്നെയാണല്ലോ, ഓർമ്മകൾ അത് തന്നെയാണല്ലോ. അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറയുന്നത് പണം ചെലവഴിക്കാത്തവനല്ല, പടച്ചുറപ്പെ പാപങ്ങളെ സഹായിക്കാത്തവനല്ല, പാപപ്പെട്ടവന് വസ്ത്രം കൊടുക്കാത്തവനല്ല. പടച്ചുറപ്പെ ആരാണെന്നറിയോ? സലാമിനെ അധികരിപ്പിക്കാത്തവനാണ് സ്വഹാബ. ആരാണ് മറ്റുള്ളവരെ കാണുന്ന സമയത്തോ തന്റെ കൂട്ടുകാരും തന്റെ കൂടപ്പിറപ്പുകളും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്തോ ആ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ അവിടുന്ന് സലാമിനെ അധികരിപ്പിക്കാത്ത ആളുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണല്ലോ. പടച്ചറബ്ബേ, ഈ സലാം കൊണ്ട് ലഭിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. മറ്റൊരാളോട് നമ്മൾ സലാം പറയുന്ന സമയത്തോ ദുനിയാവിൽ നിന്ന് മാത്രമല്ല ആഖിറത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. പടച്ചറബ്ബേ, ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലോ എന്റെ
പ്രിയമുള്ളവരെ നമ്മുടെ കൂടെ പിറപ്പുകളെ കണ്ടു കഴിഞ്ഞാൽ, ബാപ്പയോട് കണ്ടു കഴിഞ്ഞാൽ, പടച്ചുറപ്പെ ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ, അവരോട് നമ്മൾ സലാം പറഞ്ഞാൽ, അവരോട് നമ്മൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചുറപ്പെ നമ്മൾ കയ്യങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, പടച്ചുറപ്പെ അല്ലാഹുവേ നമ്മൾ കൈ കൊടുക്കുന്നതിലൂടെയുണ്ടല്ലോ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ ഒരുപാട് പുറത്തു തരുമെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ കഴുകിക്കളയുമെന്ന് അതാവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ. പടച്ചറപ്പേ, അതാണ് നമ്മൾ സലാം പറഞ്ഞാൽ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ, സ്വഹാബ നിങ്ങൾ മുഅ്മിനീങ്ങളാകണമെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മുഅ്മിനീങ്ങളാകണേ, നിങ്ങൾ മുഅ്മിനീങ്ങളാകണേ. അങ്ങനെ നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ നന്മ അധികരിപ്പിക്കണേ. ആ നന്മ അധികരിപ്പിക്കുന്ന കാര്യം ഏതാണെന്നറിയോ? ദുനിയാവിലെ നന്മകൾ അധികരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന കാര്യമാണ് സലാം പറയുന്നത്. അതുകൊണ്ട് സലാമിനെ അധികരിപ്പിച്ചോ, നിങ്ങളെ കുടുംബ ബന്ധം ചേരുമല്ലോ. മറ്റുള്ളവരോട് നല്ല നിലയിൽ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമെന്നോ അതാവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ വാപ്പയോട്, നമ്മുടെ ഉമ്മയോട്, നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ, ആരാണ് വീട്ടിനകത്തുള്ളത് അവരോട് സലാം പറഞ്ഞിട്ട് വേണം നിങ്ങൾ വീട്ടിലേക്ക് കയറാൻ. അതാ തന്റെ വീട്ടിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു പോകുന്ന അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, അനസേ, വീട്ടിലേക്ക് പോവുകയാണെങ്കിലോ, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നിന്റെ വീട്ടിന്റെ ഉള്ളറയിൽ ആരാണുള്ളത് അവരോട് സലാം പറയാതെ നീ കയറി പോകല്ലേ, നീ അവരോട് സലാം പറയണേ സ്വഹാബാ എന്നവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണല്ലോ. ഇനി നിന്റെ വീട്ടിനകത്തുണ്ടല്ലോ, അല്ലാഹുവേ, നിന്റെ വീട്ടിനകത്തിന് ആരും തന്നെ ഇല്ല എങ്കിലോ, പടച്ചുറപ്പേ, അവിടെ നിന്റെ ഉമ്മയില്ല, നിന്റെ ബാപ്പയില്ല, നിന്റെ കൂട്ടുകാരില്ല, നിന്റെ കൂടപ്പിറപ്പുകളില്ല, ആരും തന്നെ നിന്റെ ഭാര്യയോ മക്കളോ ആരുമില്ലെങ്കിലോ, ആ വീട്ടിനകത്തേക്ക് നീ കയറുമ്പോ സലാം പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ നീ സലാം പറയണേ എന്നോ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. പടച്ചറബ്ബേ, എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നമ്മുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണോ? നമ്മുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണോ? അല്ലാഹുവേ, ബറക്കത്തുള്ള വീടായി, റഹ്മത്തുള്ള വീടായി നിങ്ങളെ വീട് മാറണോ സഹാബ? അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണമെങ്കിലോ നിങ്ങൾ സലാമിനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനകത്ത് അല്ലാഹു റഹ്മത്ത് തരികയാണല്ലോ, നിങ്ങളുടെ വീട്ടിനകത്ത് ബറക്കത്ത് തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്ത് ബർക്കത്ത് വേണമെങ്കിൽ, സലാമത്ത് വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളുടെ വീട്ടിനകത്ത് റഹ്മത്ത്, വീട്ടിനകത്ത് സലാം പറയുക. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ഇവരോട് നമ്മൾ സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ബർക്കത്ത് ഉണ്ടാകും, വീട്ടിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം ഉള്ള വീടുകൾ എണ്ണിയെടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ വീടാണിത്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു, അതാ
അവിടുന്ന് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടുന്ന് വസിയത്ത് കൊടുക്കുകയാണല്ലോ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ പൊന്നുമോൻ അവിടുന്ന് വസിയത്ത് കൊടുക്കുന്ന കാര്യമാണ് ഉമ്മ. അല്ലാഹുവേ അവിടുന്ന് പറയുകയാ, മോനെ നിന്റെ ജീവിതത്തിൽ നീ തൗബക്ക് അവസരം കിട്ടിയാലുണ്ടല്ലോ, നിനക്ക് തൗബ ചെയ്യാൻ നിനക്ക് അവസരം വന്നാൽ, നിന്റെ മനസ്സിനകത്ത് നിനക്ക് തൗബ ചെയ്യാൻ അവസരം വന്നാൽ, ഒരു തെറ്റ് നീ ചെയ്തു കഴിഞ്ഞ, ഒരു ഹറാമ് കണ്ട, ഒരു ഹറാമ് പറഞ്ഞ, ഒരു ഹറാമെങ്ങാനും ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ തൗബ ചെയ്യാൻ അവസരം വന്നിട്ട് ഒരിക്കലും തന്നെ നീ അതിനെ പിന്തിപ്പിക്കരുതേ മോനെ. എന്നിട്ട് അവിടെ നിന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അങ്ങനെ നീ പിന്തിപ്പിച്ചാ നിന്റെ ജീവിതത്തിലുണ്ടല്ലോ വല്ലാത്ത വിഷമം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നോ അതാവിടുന്ന് മഹാനവറുകളെ പഠിപ്പിക്കുകയാണല്ലോ. കാരണം എന്തെന്നറിയോ, പടച്ചറപ്പേ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവേ ഉടനെ തന്നെ നമ്മൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവരാകണല്ലോ. അങ്ങനെയുള്ളൊരു മനസ്സാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടതോ. അല്ലാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ പറയേണ്ടതോ, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടോ അല്ലാഹുവിന്റെ മുമ്പിൽ കരയാനുള്ള ബോധമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്തേക്ക് വരേണ്ടത്. അതാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുകയാ, മോനെ തൗബ ചെയ്യണേ പൊന്നുമോനെ, നീ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടോ അല്ലാഹുവേ നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നീ നിന്നെ അങ്ങ് മരിപ്പിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടോ നീ അങ്ങ് പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെയാണ് നീ തൗബ ചെയ്യാൻ നിനക്ക് അല്ലാഹു അവസരം തരുന്നത്? അതുകൊണ്ട് തൗബ പെട്ടെന്നാക്കിക്കോ. നിന്നെ എന്ത് തന്നെ തെറ്റുകൾ ചെയ്താലും, എന്ത് തന്നെ തെറ്റുകൾ കണ്ടാലും, എന്ത് തന്നെ തെറ്റുകളുടെ വഴികൾ നീ കടന്നു പോയാലും അതാ അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, വേഗം അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ പറയണേ, ഇസ്തിഗ്ഫാറിനെ പറയണേ. അങ്ങനെ പറഞ്ഞ അല്ലാഹ് നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നതാണല്ലോ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണല്ലോ. എങ്കിൽ നീ പടച്ച തമ്പുരാൻ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചോ എൻ്റെ പ്രിയമുള്ളവരെ. ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നതെന്ന് പറയാൻ എന്നെ കൊണ്ടും കഴിയില്ല, ഈ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ടും കഴിയില്ലല്ലോ. അതല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അന്ത്യനാൾ ഏത് സമയത്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, എപ്പോഴാണ് മഴ സംഭവിക്കുന്നത്, മഴ പെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അന്ത്യനാളിനെ കുറിച്ചിട്ടൊരു വിവരവും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുന്നതെന്ന് പറയാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയില്ലല്ലോ. അതിന്റെ അടയാളങ്ങളല്ലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ, അതിന്റെ അടയാളങ്ങളല്ലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. വമാ തദ്രീ ماذا تكسب غدا وما تدري نفس بأي أرض تموت. നാളെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ
നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയുന്നതല്ലല്ലോ. ഏത് നാട്ടിൽ വെച്ചിട്ടാണ് ഏത് നാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ മരണപ്പെടുന്നത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇതല്ലേ മനുഷ്യരായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഇതല്ലേ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊന്നും പറയാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയില്ലല്ലോ. അത് അറിയുന്നവന് പടച്ച തമ്പുരാന് മാത്രമാണല്ലോ. അതുകൊണ്ട് ജീവിതത്തിലെ തൗബക്കുള്ള അവസരങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാ ഒരിക്കലും തന്നെ നമ്മൾ പിന്തിപ്പിക്കല്ലേ. പടച്ചുറപ്പേ, നമ്മുടെ നാക്കുകൊണ്ട് ഹറാമ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ, നമ്മുടെ നോട്ടം കൊണ്ട് ഹറാമിലേക്ക് എത്തിയ, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, അല്ലാഹുവേ നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് നമ്മൾ ഹറാമിലേക്ക് എങ്ങാനും എത്തിപ്പെട്ടോ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയണേ. അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയണേ. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുമല്ലോ. അല്ലാഹു നമ്മളെ കാണുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ നമ്മുടെ കൂടെയാക്കിയിട്ടുണ്ടല്ലോ. ആ മലക്കുകൾ നന്മകൾ എഴുതുന്ന മലക്കാണെന്ന്, തിന്മകൾ എഴുതുന്ന മലക്കാണല്ലോ. അതാ അവിടുന്ന് മലക്കുകൾ പറയുകയാണ്, ഒരു മനുഷ്യനെങ്ങാനും നന്മ ചെയ്താ അല്ലാഹ് പറയുകയാണ്, പെട്ടെന്ന് ആ നന്മയെ നീ എഴുതി വെക്കണേ. എത്രയും പെട്ടെന്ന് നീ ആ നന്മയെ നീ രേഖപ്പെടുത്തിക്കോ. അതാ അവിടുന്ന് ഒരു മനുഷ്യനെങ്ങാനും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളാണ് കടന്നു വന്നതെങ്കിലോ, എന്റെ പ്രിയമുള്ളവരെ, 6 മണിക്കൂറോളം കഴിഞ്ഞിട്ടേ ആ മലക്കതിനെ കുറിച്ച് എഴുതുകയുള്ളൂ. തിന്മകൾ എഴുതുന്ന മലക്കുണ്ടല്ലോ, ഒരുപാട് കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് എഴുതുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഇത് അല്ലാഹുവിന്റെ കാരുണ്യമാണല്ലോ. അല്ലാഹ് പറയാ, ഇപ്പൊ എഴുതല്ലേ, അവൻ പടച്ച റബ്ബിലേക്ക്, എന്നിലേക്ക് തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അവൻ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഈ ഉടനെ തന്നെ നിങ്ങൾ അത് എഴുതല്ലേ എന്ന് അതാ അവിടുന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ. എന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവന് തൗബ ചെയ്യുന്നില്ല എങ്കിലോ പടച്ച റബ്ബേ അല്ലാഹു പറയുകയാ, അവൻ ചെയ്ത തിന്മയതാ ഒന്ന് എഴുതി വെക്കണേ മലക്കുകളെ. ഒരു മനുഷ്യന് രാത്രിയാണ് തെറ്റ് ചെയ്തെങ്കിലോ ആ പകലിൽ, ഏതെങ്കിലും ഒരു പകലിൽ എന്റെ അടിമ എന്നോട് തൗബ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. ഇനി ഒരു അടിമയെങ്ങാനും രാത്രിയാണ്, പകലാണ് തെറ്റ് ചെയ്തെങ്കിലോ രാത്രി സമയങ്ങളിൽ, പാതിരാ സമയത്തിന്റെ ഓരോ നിശബ്ദതയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാ. എന്റെ അടിമ എന്നോട് തൗബ ചോദിക്കുന്നുണ്ടോ, എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടതാ അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തിരിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തിരിക്കുകയാണല്ലോ. പടച്ച റബ്ബേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തൊരു കവാടം ഇരിപ്പുണ്ട്. അതാ അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്, സഹാബാ, പടിഞ്ഞാറ് ഭാഗത്തൊരു കവാടം ഇരിപ്പുണ്ട് സഹാബാ. ആ കവാടത്തിന്റെ വഴി ദൂരം എത്രയാണെന്നറിയോ? 70,000 വർഷമാണ് സഹാബാ. അത്രത്തോളം വൈദൂരമുള്ള വലിയൊരു കവാടം നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്, വാനലോകത്തുണ്ട്. പടച്ച റബ്ബേ, എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ആ കവാടത്തിന്റെ പേരെന്തെന്നറിയോ? അത് തൗബയുടെ കവാടമാണ് സഹാബാ. അത് തൗബയുടെ കവാടമാണ് സഹാബാ. ആ കവാടം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. ആ കവാടം അടക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? അത്
സൂര്യൻ എന്നാണ് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. ഈ ലോകം മുഴുവനും നശിച്ചു പോകുന്ന ഖിയാമത്ത് നാള്, ആ ഖിയാമത്ത് നാള് സംഭവിക്കുന്ന ദിനമുണ്ടല്ലോ, ആ ദിനത്തിൽ എപ്പോഴാണ് പടച്ചറബേ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നോ അല്ലാഹുവേ പടച്ചറബേ സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാ? കിഴക്ക് നിന്ന് ഉദിച്ചിരുന്ന സൂര്യന് പടിഞ്ഞാറ് പോയിട്ടാണല്ലോ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്നാണ് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുക? ആ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ കവാടം അടക്കുകയാ, ആ കവാടം അതാ അടക്കപ്പെടുകയാണല്ലോ. പിന്നെ എപ്പോഴാണ് അടക്കുന്നത്? അല്ലാഹുവേ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കെങ്ങാനും അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ റൂഹ് അവന്റെ കാലിൽ നിന്നും പിടിച്ചു തുടങ്ങി അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയമുണ്ടല്ലോ, അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തപ്പെടുന്ന സമയമുണ്ടല്ലോ, ആ സമയം എപ്പോഴാണ് കടന്നു വരുന്നത്? അപ്പോഴുമാണ് അവന്റെ പടച്ചുറപ്പെ ആ കവാടം അവനിക്ക് വേണ്ടിയിട്ട് അടക്കപ്പെടുന്നതെന്നോ. അതാവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ മരണത്തിന്റെ ഒരു സെക്കൻഡ് മുമ്പെങ്കിലും നിങ്ങൾ തൗബ ചെയ്യണേ. ഒരു മിനിറ്റ് മുമ്പ്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് എങ്കിലും നിങ്ങൾ തൗബ ചെയ്തിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ടോ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടോ അല്ലാഹുവിന്റെ മുമ്പിൽ നിഷ്കളങ്കതയോട് കൂടിയിട്ട് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിങ്ങൾ ആകണേ എന്നോ. അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഉമ്മ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് എത്രയോ തെറ്റുകളാ, നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്തത് എത്രയോ തെറ്റുകളാ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കടന്നു പോയത് എത്രയോ തെറ്റുകളിലേക്കാ. ആ തെറ്റുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മായിച്ചു തരാൻ, ആ തെറ്റുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴുകി തരാൻ കഴിയുന്ന ഏറ്റവും വലിയ അമലാണല്ലോ തൗബ. തൗബ ചെയ്യാത്തൊരു മനുഷ്യനും ഒരു വിശ്വാസിയും ഉണ്ടാകരുതെന്ന് അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് തൗബ ചെയ്യണേ ഉമ്മ. നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവിലേക്ക് കടന്നു പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് വരണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധമാക്കി തരണേ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്യുക. അല്ലാഹുവേ വല്ല തെറ്റുകളും വന്നാൽ നമ്മൾ ആരും പ്രവാചകന്മാരല്ലല്ലോ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും, തെറ്റുകൾ കാണും, തെറ്റുകൾ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ സൂക്ഷ്മത പുലർത്തുക. എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ അറിയാതെ എങ്ങാനും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചോനെ ഞാൻ പറഞ്ഞ തെറ്റാ പുറത്തു കൊണ്ട അല്ലാഹ് എന്നെൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയാ, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.